നമസ്കാരം. LDFിൻ്റെ നേതൃത്വത്തിലുള്ള 3 ജാഥകൾ കേരളമെമ്പാടും വലിയ ജനസ്വീകരണം ഏറ്റുവാങ്ങിക്കൊണ്ട് പര്യടനം നടത്തി വരികയാണ്. ഇപ്പോൾ നമ്മോടൊപ്പം വടക്കൻ മേഖലാ ജാഥയുടെ ക്യാപ്റ്റനും CPIM സംസ്ഥാന സെക്രട്ടറിയുമായ MV ഗോവിന്ദൻ മാസ്റ്റർ ചേരുന്നു. മാസ്റ്റർ നമസ്കാരം. ജാഥയിൽ കണ്ട ഒരു കാഴ്ച, ഞാനും നിങ്ങളോടൊപ്പം തന്നെ ജാഥയുടെ കൂടെ ഉണ്ടായിരുന്നു. വലിയ ജനപങ്കാളിത്തമാണ് ഓരോ കേന്ദ്രങ്ങളിലും. അത് വലിയ ജനാവലിയാണ് ജാഥയെ വരവേൽക്കുന്നതിന് വേണ്ടി എത്തുന്നത്. അപ്പോൾ ഈ ഒരു ജാഥയുടെ അനുഭവം എങ്ങനെയാണ്? ജാഥയുടെ അനുഭവം വളരെ ആവേശകരമാണ്. സാധാരണ നിരവധി ജാഥകളിൽ ഞങ്ങളൊക്കെ പങ്കെടുത്തിട്ടുണ്ട്. പക്ഷേ വലിയ ജനകീയ മുന്നേറ്റമാണ് യഥാർത്ഥത്തിൽ സംഘാടകരെ പോലും അത്ഭുതപ്പെടുത്തിക്കൊണ്ട് ഇപ്രാവശ്യത്തെ ജാഥയിൽ ഉദ്ഘാടനം മുതൽ ഇപ്പോൾ അവസാനിപ്പിച്ച പാലക്കാട് ജില്ലയിലെ ഒറ്റപ്പാലം മണ്ഡലം വരെയുള്ള ജാഥകളുടെ പൊതു അവസ്ഥ അതാണ്. ഞങ്ങളിപ്പോൾ 53 കേന്ദ്രങ്ങൾ കഴിഞ്ഞു. ഇനി 7 കേന്ദ്രങ്ങളാണ് ബാക്കിയുള്ളത്. അത് നാളത്തോടുകൂടി പൂർത്തിയാക്കി നാളെ തരൂർ സമാപിക്കും. ആവാലവൃദ്ധം ജനത ഈ ജാഥക്ക് അനുകൂലമായി ഏത് പരിസ്ഥിതിയിലും വലിയ രീതിയിലുള്ള വെയിൽ ഉച്ചക്കായാലും രാവിലെ ആയാലും വൈകുന്നേരം ആയാലും എല്ലാം വളരെയേറെ ആവേശത്തോടുകൂടി ജാഥയെ വരവേൽക്കുന്ന ഒരു കാഴ്ചയാണ് കേരളത്തിലുടനീളം. ഞങ്ങളുടെ ജാഥക്ക് മാത്രമല്ല, മറ്റ് 2 ജാഥയുടെ സ്ഥിതി അത് തന്നെയായിരുന്നു. വലിയ ആവേശത്തിലാണ് ജനങ്ങൾ ഉള്ളത്. ഒരു 3ാം ടേം ഗവൺമെൻറ് അധികാരത്തിൽ വരും എന്നുള്ള ഒരു കൃത്യതയോടുകൂടിയുള്ള ജനങ്ങളുടെ തീരുമാനമാണ് ഈ ജാതിയിൽ കൃത്യമായി ഞങ്ങളെ ഓർമ്മിപ്പിക്കുന്നത്. ഈ വലിയ ജനാവലിയൊക്കെ വോട്ടായി മാറുമെന്നൊരു പ്രതീക്ഷയുണ്ടോ? ഒരു സംശയമില്ല. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ് കഴിഞ്ഞ ഏതാണ്ട് 10 വർഷമാവാൻ പോവുകയാണ്. ആ 10 വർഷക്കാലം നടത്തിയ പ്രവർത്തനം പിന്നെ കേരളത്തെ രൂപപ്പെടുത്താൻ വേണ്ടി 57 മുതൽ ഇടതുപക്ഷ അന്നത്തെ കമ്മ്യൂണിസ്റ്റ് ഗവൺമെൻറ് മുതലുള്ള ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ്റുകൾ എല്ലാം എടുത്തതിൻ്റെ ഒരു തുടർച്ചയിൽ നിന്നാണ് ലോകത്തിൻ്റെ മുമ്പിൽ അടയാളപ്പെടുത്താൻ കഴിയുന്ന ഒരു കേരളം രൂപപ്പെട്ടത്. അതിനിയും ശക്തിയായിട്ട് മുമ്പോട്ടേക്ക് പോകണം എന്ന് ജനങ്ങൾ കൃത്യമായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. ഗവൺമെൻറ് വിരുദ്ധ വികാരമൊന്നും എവിടെയും പ്രകടമല്ല എന്നുള്ളത് തന്നെയാണ്. കനോലു സിദ്ധാന്തത്തിൻ്റെ ഭാഗമായിട്ട് അവർ തന്നെ പറയുന്നത് അതാണ്. അത് വസ്തുതാപരമാണ് എന്നുള്ളത് തന്നെയാണ് കാണാനാകുക. ഞാൻ അങ്ങനെ ചോദ്യം ചോദിക്കാൻ കാരണം, ഇപ്പം തദ്ദേശ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ LDFിൻ്റെ ഒരു വിലയിരുത്തലൊക്കെ മാറ്റിമറിച്ചുകൊണ്ട് അത്യാവശ്യം നല്ലൊരു തിരിച്ചടി പല കേന്ദ്രങ്ങളിലും നേരിട്ടിട്ടുണ്ട്. അല്ല, ഞങ്ങളതിൽ കണ്ടത് ഞങ്ങൾ പ്രതീക്ഷിച്ച ഒരു വിജയം നേടാൻ സാധിച്ചിട്ടില്ല. എന്നാലും ബലാബലത്തിൽ ശക്തിയായ രീതി തന്നെ നിലനിൽക്കാൻ, ഞാൻ അന്ന് പറഞ്ഞതുപോലെ അടിത്തറയിൽ ഭദ്രമായിട്ട് യാതൊരു പ്രശ്നവും ഇല്ലാതെ മുന്നോട്ടേക്ക് പോകാൻ ആ തിരഞ്ഞെടുപ്പിൻ്റെ ഭാഗമായിട്ടും കഴിഞ്ഞിട്ടുണ്ട് എന്ന് തന്നെയാണ് ഞങ്ങൾ കണ്ടത്. അത് ശരിയുമാണ്. പിന്നെ പാർലമെൻറ്റ് ഇലക്ഷൻ, അസംബ്ലി ഇലക്ഷൻ, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ ഇലക്ഷൻ എല്ലാം 3 പാറ്റേണാണ്. തീർച്ചയായിട്ടും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ നിന്നുള്ള വ്യത്യസ്തമായൊരു ചിത്രമായിരിക്കും ഇപ്രാവശ്യം ഉണ്ടാകുക. പാർലമെൻറ്റിൽ നിന്നും വ്യത്യസ്തമായിരിക്കും. ഇപ്പോൾ മാഷ് നയിക്കുന്ന ജാഥ ഈ വടക്കൻ ജില്ലകളിലൂടെ, അത് LDFിന് വലിയ ശക്തിയുള്ള ജില്ലകൾ, വലിയ ഭൂരിപക്ഷമുള്ള കേന്ദ്രങ്ങളാണ്. പക്ഷേ ഇവിടെ തദ്ദേശ തെരഞ്ഞെടുപ്പിൻ്റെ ചിത്രം എടുത്ത് പരിശോധിച്ച് നോക്കിയാൽ പല ജില്ലകളിലും ജില്ലാ പഞ്ചായത്ത് ഭരണം ഉൾപ്പെടെ അവിചാരിതമായി നഷ്ടപ്പെട്ട ജില്ലകളുണ്ട്. അത് ജനങ്ങളത് എന്താണ് അവർ സംഭവിച്ചതെന്നുള്ളൊരു പരിശോധന നമ്മൾ നടത്തി കഴിഞ്ഞോ? അല്ല, കള്ള പ്രചാരവേലയാണ് ഇപ്പം തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ലീഗും ജമാഅത്തെ ഇസ്ലാമിയും UDFും ഒക്കെ നടത്തിയിട്ടുള്ളത്. അതിൻ്റെ ഭാഗമായിട്ട് ജനങ്ങൾ ഫലപ്രദമായിട്ട് അതിനെ പ്രതിരോധിക്കാൻ കഴിയാത്ത സ്ഥലങ്ങളിൽ ജനങ്ങളിൽ ആശയക്കുഴപ്പമുണ്ടായിട്ടുണ്ട്. അതാണ് പ്രകടമായി നമ്മൾ കണ്ടത്. കോഴിക്കോട് ജില്ല പോലുള്ള ജില്ലയിലെ തോൽവിയുടെ പ്രധാനപ്പെട്ട കാര്യം ഇതാണ്. അവിടെ ജില്ലാ പഞ്ചായത്ത് തോറ്റു എന്നുള്ളത് ആ ഒരു പശ്ചാത്തലത്തിലാണ്. ന്യൂനപക്ഷ ജനവിഭാഗങ്ങൾക്കിടയിൽ സംശയം രൂപപ്പെടുത്താൻ അവർക്ക് സാധിച്ചു. അതിനെ ഫലപ്രദമായിട്ട് നേരിട്ട് കൃത്യതയോടുകൂടി കൈകാര്യം ചെയ്യാനുള്ള സംഘടനാ ദൗർബല്യവും കൂടി വന്നപ്പോഴാണ് പല സ്ഥലത്തും നമ്മൾ ഉദ്ദേശിച്ച വിജയം നേടാൻ സാധിക്കാതിരുന്നത്. അത് ഏത് തരത്തിലുള്ള പ്രചാരണങ്ങളാണ് അവർ നടത്തിയിരിക്കുന്നത്? അവരെന്ന് പറയുമ്പോൾ ആരെയാണ്? പ്രധാനമായിട്ടും ജമാഅത്തെ ഇസ്ലാമിയാണ് അതിൻ്റെ പിന്നിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കമ്മ്യൂണിസ്റ്റ് വിരുദ്ധ പ്രചാരവേലയുടെ കേന്ദ്രമായി പ്രവർത്തിച്ചത്. അത് മുസ്ലിം ലീഗിലും അതുപോലെ തന്നെ ലീഗ് അണികളിലും അതുപോലെ തന്നെ അവർ നടത്തിയിട്ടുള്ള വ്യാപകമായ പ്രചരണം, കള്ളപ്രചരണം, അതൊക്കെ കുറേശ്ശെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അതിനെ പ്രതിരോധിക്കാൻ പറ്റാത്ത സ്ഥലങ്ങളിൽ അവർക്ക് നേട്ടമുണ്ടാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്.
അപ്പോൾ മാഷ് തന്നെ ഈ പല ഘട്ടങ്ങളിലും വാർത്താ സമ്മേളനമൊക്കെ പറഞ്ഞത് SIR ഉൾപ്പെടെ നടപ്പിലാക്കിയത് അത് ന്യൂനപക്ഷങ്ങൾക്കെതിരെ ഇതൊക്കെ നടപ്പിലാക്കിയത് പിണറായി വിജയനാണ് എന്ന രീതിയിൽ പ്രചാരണം നടത്തി എന്നുള്ളത്. പക്ഷെ അതുപോലെ തിരിച്ചറിയാനും LDF ഒരു സംഘടനാ സംവിധാനത്തിന് സാധിച്ചിരുന്നില്ല. ഇത്തരം പ്രചരണം നടത്തുന്നത് അതൊക്കെ വീടുകളിൽ കയറിയിട്ടുള്ള വ്യാപകമായ പ്രചരണമാണ് അവർ നടത്തിയത്. SIR പിണറായി വിജയനാണ് കൊണ്ടുവരുന്നത്. അപ്പോൾ ചിലർ ചോദിച്ചു, പിണറായി വിജയനാണല്ലോ 2000 രൂപയായിട്ട് പെൻഷൻ വർദ്ധിപ്പിച്ചത്. അപ്പോൾ അതിന് പറഞ്ഞ മറുപടി, അതൊക്കെ ശരിയായിരിക്കും, പക്ഷേ നിങ്ങളെ ഇത് കഴിഞ്ഞു കഴിഞ്ഞാൽ പാകിസ്ഥാനിലേക്കോ അല്ലെങ്കിൽ ബംഗ്ലാദേശിലേക്കോ കയറ്റി അയക്കുക ചെയ്യുക, അതിന് വേണ്ടിയിട്ടാണ് SIR. അത് പിണറായിയും കൂടി ചേർന്നിട്ടാണ് കൊണ്ടുവന്നിട്ടുള്ളത് എന്നുള്ള കള്ളപ്രചരണമാണ് നടത്തിയിട്ടുള്ളത്. അതുപോലെ കള്ളപ്രചരണം നിരവധിയായിട്ട് BJPയും അതുപോലെ തന്നെ ഇടതുപക്ഷവുമായിട്ടാണ് ഡീൽ ചെയ്യുന്നത് എന്നുള്ള കാര്യം അവർ പറഞ്ഞു. എന്ന് പറഞ്ഞിട്ട് അവർ BJPയും കോൺഗ്രസും ലീഗും ഒക്കെ ആയിട്ട് ഐക്യം ഉണ്ടാക്കി മുന്നോട്ടേക്ക് പോകുന്ന സ്ഥിതി ഉണ്ടായി എന്നുള്ളതാണ് തിരുവനന്തപുരം കോർപ്പറേഷൻ ഉൾപ്പെടെയുള്ള അനുഭവം. തിരുവനന്തപുരം കോർപ്പറേഷൻ്റെ ഭാഗമായിട്ട് 41 സീറ്റിൽ കൗൺസിൽ മെമ്പർമാരിൽ അവിടെ BJP ജയിച്ച 41 എണ്ണത്തിൽ കോൺഗ്രസ്സിന് വളരെ പ്രധാനപ്പെട്ട പങ്ക് വഹിക്കാൻ കഴിഞ്ഞത് അവർക്ക് അനുകൂലമായിട്ടാണ്. അവർക്ക് 1000 വോട്ട് പോലും തികയാൻ സാധിച്ചില്ല എന്നുള്ളതാണ്. അതുപോലെ 10-20 സീറ്റിൽ കോൺഗ്രസിനെ സഹായിക്കുന്ന രീതിയും BJP സ്വീകരിച്ചിട്ടുണ്ട്. ഇത് പരസ്പരം ധാരണയുണ്ടാക്കിയിട്ട് പോകുന്ന സ്ഥിതിയാണ്. ഇപ്പോൾ അമിത്ഷാ ഏറ്റവും അവസാനമായിട്ട് പറഞ്ഞത്, ലോകത്ത് ഒറ്റ മാർക്സിസ്റ്റ് ഗവൺമെൻറ് മാത്രമേ ഉള്ളൂ, അത് കേരളത്തിലാണ്, അത് ഇപ്രാവശ്യത്തോടുകൂടി ഇലക്ഷനോടുകൂടി അവസാനിപ്പിക്കും എന്നവർ പറയുമ്പോൾ കോലീബി സഖ്യത്തിൻ്റെ കൃത്യമായിട്ടുള്ള സൂചന BJPയുടെ ഉന്നത നേതൃത്വം തന്നെ പറയുന്നു എന്നതാണ് മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ജാഗ്രത വേണം കേരളത്തിൽ. ഇല്ലെങ്കിൽ കോലീബി സഖ്യത്തോടൊപ്പം ജമാഅത്ത് ഇസ്ലാമിയും കൂടി ചേർന്ന് പൂർണ്ണ ഒരു വർഗീയ സഖ്യം കേരളത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ നേരിടുന്നതിന് വേണ്ടി സജ്ജമാക്കുന്നു എന്നാണ് മനസ്സിലാക്കേണ്ടത്. അപ്പോൾ അതിനെ ജനങ്ങളുടെ കരുത്തുകൊണ്ട് മാത്രമേ അഭിമുഖീകരിച്ച് ഫലപ്രദമായിട്ട് മുന്നോട്ടേക്ക് പോകാൻ നമുക്ക് സാധിക്കൂ. ഈ ഇലക്ഷന് തദ്ദേശത്തിൻ്റെ വിധി വന്നതിന് ശേഷം ഗൃഹസന്ദർശനം നടത്തി ജനങ്ങളുടെ ഒരു വികാരം മനസ്സിലാക്കുന്നൊരു, നേരത്തെ ജനങ്ങൾക്കിടയിൽ തന്നെ പ്രവർത്തിക്കുന്ന പാർട്ടിയാണ്, മുന്നണിയാണ് LDF എങ്കിലും ഈ ഗൃഹസന്ദർശനം നടത്തിയതിൻ്റെ ഭാഗമായി കുറേയേറെ തിരുത്തലുകൾ നമുക്ക് അത്ര നിർദ്ദേശങ്ങളൊക്കെ ഉയർന്നു വരുന്നുണ്ടോ? അല്ല, അപ്പോഴാണല്ലോ നമുക്ക് ഓരോ കാര്യങ്ങൾ മനസ്സിലാകുന്നത്. ഗൃഹസന്ദർശനം വളരെ പ്രധാനമാണ്. വരാൻ പോകുന്ന അസംബ്ലി ഇലക്ഷനിൽ ഏറ്റവും വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമായിട്ട് ഞങ്ങൾ കാണുന്നത്. തോൽവി ഉണ്ടാകുമ്പോൾ മാത്രം തോൽവിയുണ്ടാകുമ്പോൾ മാത്രമല്ല, ഇനി അങ്ങോട്ടുള്ള ഇലക്ഷനിലും അതിനെ ഉദ്ദേശിക്കുന്നത്. നല്ലതുപോലെ ജനങ്ങളോട് സംവേദിച്ച് പോവുക, സത്യസന്ധമായി കാര്യങ്ങളോട് പറയുക. മാധ്യമപ്പട അങ്ങനെ തന്നെ വളരെ അപൂർവം ഒഴിച്ച് നമുക്കെതിരാണ്. അപ്പോൾ കള്ളപ്രചരണങ്ങളാണ്, നുണപ്രചരണങ്ങളാണ്, അർദ്ധസത്യങ്ങളും അതുപോലെ തന്നെ കളവുമാണ് പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ഭൂഷ്വ രാഷ്ട്രീയ പാർട്ടികളും അത് തന്നെയാണ് ചെയ്യുന്നത്. ഇപ്പോൾ VD സതീശൻ്റെ ജാതി അത് തന്നെയാണ് ചെയ്യുന്നത്. ഒരു നുണജാതിയാണ് യഥാർത്ഥത്തിൽ നടന്നു വരുന്നത്. ഈ മലബാർ മേഖലയിൽ സാധാരണ LDFൻ്റെ കൂടെയാണ് ന്യൂനപക്ഷങ്ങൾ നിൽക്കാറ്. ഇപ്പോൾ ആ ന്യൂനപക്ഷങ്ങൾ ഈ തദ്ദേശ ഇലക്ഷനോടുകൂടി അകന്നുപോയി എന്നൊരു ഒരു ചർച്ചയുണ്ട്. അങ്ങനെ പറയുന്നതിൽ കാര്യമില്ല. ഇപ്പോൾ ന്യൂനപക്ഷ ജനവിഭാഗങ്ങൾ ഏറ്റവും കൂടുതലുള്ളത് എവിടെയാണ്? മലപ്പുറം ജില്ലയിലാണ്. മലപ്പുറം ജില്ലയിൽ 10 ലക്ഷത്തോളം വോട്ട് CPMന് കിട്ടുന്നു എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം എന്താ? ഇടതുപക്ഷത്തിൻ്റെ ഒപ്പം പൂർണ്ണമായിട്ടും ന്യൂനപക്ഷം ഒഴുകി പോയിട്ടുണ്ടെങ്കിൽ പിന്നെ ഈ പറയുന്ന 10 ലക്ഷം വോട്ട് നമുക്ക് കിട്ടുമോ? പക്ഷേ അതിനേക്കാളും വോട്ട് അവർക്ക് കിട്ടിയിട്ടുണ്ടെന്നുള്ളത് വേറൊരു കാര്യം. ഞങ്ങൾക്ക് കിട്ടിയതിനേക്കാളും കൂടുതൽ വോട്ട് UDFന് കിട്ടി എന്നുള്ളത് വേറൊരു കാര്യം. പക്ഷേ നരേഷൻ വരുന്നത് ഇപ്പോൾ ജമാഅത്തെ ഇസ്ലാമിക്കെതിരെ കഴിഞ്ഞ ഇലക്ഷനിലൊക്കെ വളരെ ശക്തമായ രീതിയിലുള്ള പ്രചാരണം LDF നടത്തിയ വർഗീയ കക്ഷിയുടെ മതരാഷ്ട്രവാദമൊക്കെ തുറന്നു കാട്ടുന്ന പ്രചാരണം. പക്ഷേ അതൊക്കെ ഈ ജമാഅത്തെ ഇസ്ലാമിയെ കോൺസെൻട്രേറ്റ് ചെയ്യുമ്പോഴും അത് ന്യൂനപക്ഷങ്ങൾക്കെതിരാണെന്നൊരു നരേഷനിലേക്കാണ് കൊണ്ടുവരാൻ വേണ്ടി ശ്രമം. ജമാഅത്തെ ഇസ്ലാമിൻ്റെ പരിപാടിയാണ്. മുസ്ലിങ്ങൾക്കെതിരായിട്ടാണ് പറയുന്നത് എന്ന് വരുത്താൻ വേണ്ടി ജമാഅത്തെ ഇസ്ലാമിനെ വിമർശിക്കാൻ പാടില്ല. ജമാഅത്തെ ഇസ്ലാമിനെ വിമർശിച്ചാൽ മുസ്ലിമിനെതിരായിട്ട്, RSSനെ വിമർശിച്ചാൽ ഹിന്ദുക്കൾക്കെതിരായിട്ട് ഈ പ്രചാര പരിപാടി നടത്തിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ അതൊക്കെ ജനങ്ങൾക്ക് തിരിച്ചറിയാൻ സാധിക്കുന്നുണ്ട്. ഇപ്പോഴും അവർ കൃത്യമായ നിലപാട് തന്നെയാണ്. ജാഥാ സ്വീകരണങ്ങൾ ഞങ്ങൾ കണ്ടത് അത് തന്നെയാണ്. 10,000-കണക്കിന് മുസ്ലിങ്ങൾ തന്നെയാണ് ജാഥാ സ്വീകരണത്തിന് വേണ്ടി മലപ്പുറം ഉൾപ്പെടെയുള്ള എല്ലാ ജില്ലയിലും വന്നിട്ടുള്ളത്. മലപ്പുറത്തൊക്കെ ബംഗാളികളാണെന്നാണ് PK കുഞ്ഞാലിക്കുട്ടി പറയുന്നത്. അതാണ്. അപ്പോൾ അവരെ ഉത്കണ്ഠയും അവരെ അങ്കലാപ്പും ചെറുതല്ല. കുഞ്ഞാലിക്കുട്ടിയുടെ മണ്ഡലത്തിൽ പോലും 1000-കണക്കിന് ആളുകളാണ് സ്വീകരിക്കാനെത്തിയത്. ആ സ്വീകരിക്കാനെത്തിയത് വസ്തുതാപരമാണ് എന്ന് മനസ്സിലാക്കിയപ്പോൾ അത് ആ മണ്ഡലത്തിലുള്ളവരല്ല, അത് ബംഗാളികളാണ് എന്ന് പറയുന്ന ഒരു ഉത്കണ്ഠയിലേക്കാണ് കാര്യങ്ങൾ നീങ്ങിയത് എന്ന് വേണം അതിൻ്റെ ഭാഗമായിട്ട് മനസ്സിലാക്കാൻ. പക്ഷേ ഇപ്പോൾ ഈ സമീപകാലത്ത് നമുക്കറിയാം സമസ്ത അതോടൊപ്പം തന്നെ കാന്തപുരം വിഭാഗമൊക്കെ ജമാഅത്തെ ഇസ്ലാമിക്കെതിരെ വളരെ ശക്തമായ വിമർശനങ്ങൾ, സമസ്തയൊക്കെ പറഞ്ഞത് യുവജനങ്ങളെ വഴിതെറ്റിക്കുന്ന ആശയങ്ങളാണെന്നാണ്. അപ്പോൾ ഇതൊക്കെ ആദ്യം തുറന്നു കാട്ടിയത് CPIM-ഉം LDF-ഉം ആണ്. അപ്പോൾ ഈ ഒരു
പ്രചരണമൊക്കെ വരുന്ന തെരഞ്ഞെടുപ്പിലൊക്കെ LDFന് ആ രീതിയിലൊരു ഗുണം ചെയ്യാൻ സാധ്യതയില്ല? ഞങ്ങളത് സംബന്ധിച്ച് പറഞ്ഞിട്ടുള്ള കാര്യം, ജമാഅത്തെ ഇസ്ലാമിയെ വർഗീയ നിലപാടുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് ഞങ്ങൾ എതിർക്കുന്നത്. ഒരു തരത്തിലും അതിനോട് വിട്ടുവീഴ്ച ചെയ്യാൻ സാധിക്കില്ല. അതുകൊണ്ട് RSSനോടും സംഘപരിവാർ വിഭാഗത്തോടും ഇതേ നിലപാട് തന്നെയാണ്. ഇതിനേക്കാളും ശക്തിയായ രീതിയിലാണ് ഭൂരിപക്ഷ വർഗീയത എന്ന രീതിയിൽ RSSനെയും സംഘപരിവാർ വിഭാഗത്തെയും BJPയെയും നമുക്ക് എതിർക്കേണ്ടി വരിക. എന്നാൽ ന്യൂനപക്ഷ വിഭാഗങ്ങൾക്കിടയിൽ ഭൂരിപക്ഷ വർഗീയതയ്ക്കെതിരായ പോരാട്ടത്തിൻ്റെ പ്രധാനപ്പെട്ട പ്രഭവ കേന്ദ്രം എന്ന രീതിയിൽ അവതരിപ്പിച്ചുകൊണ്ടാണ് ജമാഅത്തെ ഇസ്ലാമി സ്വാധീനം നേടാൻ ശ്രമിക്കുന്നത്. ആ സ്വാധീനം, ജമാഅത്തെ ഇസ്ലാമിയുടെ സ്വാധീനം മുസ്ലിം ലീഗിലേക്ക് നല്ലപോലെ കടന്നുണ്ട്. ഇപ്പോൾ ചില പഴയ MLAമാർ തന്നെ മതം തന്നെയാണ് പ്രശ്നം എന്ന് പറയുന്ന തരത്തിലേക്ക് വർഗീയമായിട്ട് ഷാജിനെ പോലുള്ളവർ പറയുന്നുണ്ട്. അപ്പോൾ പച്ചയായിട്ട് വർഗീയത പറയാൻ ലീഗിൻ്റെ നേതാക്കന്മാർക്ക് പലർക്കും ഒരു മടിയുമില്ല. അപ്പോൾ ആ ആശയ പശ്ചാത്തലം രൂപപ്പെടുത്തുന്നത് ജമാഅത്തെ ഇസ്ലാമിയാണ്. ജമാഅത്തെ ഇസ്ലാമി എത്ര ശതമാനം ഉണ്ടെന്നുള്ളതല്ല, അവരുണ്ടാക്കുന്ന ഈ ആശയ പരിസരമുണ്ടല്ലോ, അത് മുസ്ലിം ലീഗ് ഉൾപ്പെടെയുള്ള രാഷ്ട്രീയ പാർട്ടിയുടെ നേതാക്കന്മാരെ പോലും നല്ലപോലെ സ്വാധീനിക്കുന്നുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് അവർ പറയുന്ന കാര്യങ്ങളിൽ ഈ വർഗീയത നല്ലതുപോലെ കടന്നു വരികയും ചെയ്യുന്നുണ്ട്. പക്ഷെ ഇത് തുറന്നു കാട്ടുമ്പോൾ തന്നെ ജമാഅത്തെ ഇസ്ലാമിയും UDFും പറയുന്നത്, VD സതീശൻ നേരത്തെ തന്നെ പല ഘട്ടങ്ങളിൽ പറഞ്ഞു മതരാഷ്ട്രവാദം അവർ ഉപേക്ഷിച്ചു എന്നുള്ളതാണ്. പക്ഷേ LDF ഇത് പറയുമ്പോൾ ജമാഅത്തെ ഇസ്ലാമിയുടെ നേതാക്കൾ പറയുന്നത്, നിങ്ങൾ അതായത് LDFും ജമാഅത്തെ ഇസ്ലാമിയുടെ കൂടെ ചേർന്നിട്ടുണ്ട്, അവർ ഒന്നിച്ച് ഭരിച്ചിട്ടുണ്ട് എന്നുള്ള ന്യായമാണ് പറയുന്നത്. തികച്ചും തെറ്റായ പ്രചാര വരികയാണ്. ഞങ്ങൾ ഈ കേരളത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഈ പറയുന്ന ജമാഅത്തെ ഇസ്ലാമിയുമായിട്ട് ചേർന്ന് ഒരു നിമിഷം പോലും രാഷ്ട്രീയ സഖ്യം ഒരു സ്ഥലത്തും ഉണ്ടാക്കിയില്ല. ഉണ്ടാക്കി എന്ന് പറയുന്നത് അവരുടെ രാഷ്ട്രീയ സഖ്യത്തിൻ്റെ വർഗീയത മറച്ചുവെക്കാൻ വേണ്ടി ബോധപൂർവം നടത്തുന്ന കള്ളപ്രചാര വരികയാണ്. അതാണ് അതിന് കൃത്യമായ അർത്ഥം. അത് ആദ്യം മുതലേ ഞങ്ങൾ പറഞ്ഞിട്ടുള്ളതാണ്. ഈ വെള്ളാപ്പള്ളിയുടെ വിഷയത്തിൽ തന്നെ അത്തരമൊരു പരാമർശങ്ങളൊക്കെ വെള്ളാപ്പള്ളിയുടെ ഭാഗത്ത് നിന്നുണ്ടാകുമ്പോൾ അതിനെ സപ്പോർട്ട് ചെയ്യുകയാണ് CPM, LDF എന്നൊക്കെയുള്ള ഒരു വിമർശനങ്ങളും ആ ഭാഗത്ത് വരുന്നുണ്ട്. അത് തികച്ചും തെറ്റായ ഒരു കാര്യമാണ്. വെള്ളാപ്പള്ളി നടേശൻ നവോത്ഥാന പ്രസ്ഥാനത്തിൻ്റെ ഭാഗമായിട്ട് മതനിരപേക്ഷമായ ഉള്ളടക്കത്തെ അടിസ്ഥാനപ്പെടുത്തിയിട്ട് മുന്നോട്ടേക്ക് പോകുന്ന, അല്ലെങ്കിൽ അദ്ദേഹം സംസാരിക്കുന്ന എല്ലാറ്റിനെയും ഞങ്ങൾ പിന്തുണച്ചിട്ടുണ്ട്. എന്നാൽ വർഗീയമായിട്ടുള്ള ഒരു പ്രയോഗത്തെയും CPIM പിന്തുണച്ചിട്ടില്ല, ഞങ്ങളിനി പിന്തുണക്കുകയും ചെയ്യില്ല. അതാണ് കാര്യം. അത് രണ്ടും രണ്ടായിട്ട് തന്നെയാണ് ഞങ്ങൾ കണ്ടിട്ടുള്ളത്. മതനിരപേക്ഷ ഉള്ളടക്കത്തെ അംഗീകരിക്കുക, വർഗീയമായ പരാമർശങ്ങളെ ഞങ്ങൾ അംഗീകരിക്കുന്നില്ല. ഇത് ആദ്യമേ പറഞ്ഞിട്ടുണ്ട്, ആ സമയത്ത് തന്നെ പറഞ്ഞിട്ടുണ്ട്, ഞാൻ തന്നെ പറഞ്ഞിട്ടുണ്ട്, ഞങ്ങളെല്ലാം പറഞ്ഞിട്ടുണ്ട്. VD സതീശൻ്റെ ജാഥ വരുന്നു. ജാഥയുടെ ആദ്യഘട്ടത്തിലൊക്കെ, ജാഥയ്ക്ക് തൊട്ട് മുമ്പ് തന്നെ UDF വലിയ പ്രചാരണമായിട്ട് ഉയർത്തിക്കൊണ്ടിരുന്നത് ശബരിമല കേസായിരുന്നു. പക്ഷെ അതിപ്പോൾ പതിയെ അവർ ഉപേക്ഷിക്കുന്ന ഒരു ഘട്ടത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. ശബരിമല കേസ് അവർ ഉപേക്ഷിച്ചിട്ടില്ല. പക്ഷേ അവർക്ക് ശബരിമല പഴയതുപോലെ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ കഴിയാത്ത സാഹചര്യത്തിലേക്ക് അവരെത്തിയിട്ടുണ്ട്. അതിൻ്റെ പ്രധാനപ്പെട്ട കാര്യം, ഒന്ന്, ശബരിമല സ്വർണ്ണ പ്രശ്നത്തിൻ്റെ, അതായത് സ്വർണ്ണ കൊള്ള എന്ന് പറയുന്ന ആ കൊള്ളക്ക് മുമ്പ് തന്നെ അവിടെ ഇതേപോലെയുള്ളതോ അതിനേക്കാളും ശക്തിയായതോ ആയ കൊള്ള നടന്നിട്ടുണ്ട്. അതിപ്പോൾ ഹൈക്കോടതി തന്നെ പറഞ്ഞിരിക്കുകയാണ്. അതുകൊണ്ട് 10 വർഷം ഇങ്ങോട്ടേക്ക് മാത്രമല്ല 10 വർഷം അങ്ങോട്ടേക്കും പരിശോധിക്കണം എന്ന് പറഞ്ഞപ്പോഴാണ് കൊടിമര മാറ്റം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഇപ്പോൾ ജനശ്രദ്ധയിൽ വന്നത്. പിന്നെ ഈ പോറ്റിയെ കയറ്റിയത് LDF ആണ്, സഖാക്കളാണ് എന്നതായിരുന്നല്ലോ ഈരടി. പക്ഷെ അതിപ്പോൾ എല്ലാവർക്കും പകൽ വെളിച്ചം പോലെ മനസ്സിലായി. പോറ്റിയെ കയറ്റിയത് KC വേണുഗോപാൽ എന്ന ഇപ്പോഴത്തെ അഖിലേന്ത്യാ സംഘടനാ സെക്രട്ടറിയായിട്ട് വർക്ക് ചെയ്യുന്ന, ജനറൽ സെക്രട്ടറിയായിട്ട് പ്രവർത്തിക്കുന്ന ആ നേതാവിൻ്റെ കാലത്താണ് പോറ്റി ശബരിയിൽ വന്നത്. അപ്പോൾ പോറ്റിയെ കയറ്റിയതാരപ്പ എന്ന ചോദ്യത്തിന് കൃത്യമായ ഉത്തരം കിട്ടി. അത് KC വേണുഗോപാലിനും UDFുമാണപ്പ എന്ന പ്രശ്നം വന്നതുകൂടി ആ ഈരടി അങ്ങോട്ട് പോയി. പിന്നെ അവരെ സംബന്ധിച്ചിടത്തോളം പ്രധാനപ്പെട്ടൊരു പ്രശ്നം, സോണിയാഗാന്ധിയെ കാണുന്നതിന് ഈ കേസിലെ 2 പ്രധാനപ്പെട്ട പ്രമുഖ പ്രതികൾ, ഒന്ന് ഈ കൊള്ളക്ക് നേതൃത്വം കൊടുത്ത ഉണ്ണികൃഷ്ണൻ പോറ്റി, 2 ആ കൊള്ള മുതൽ വാങ്ങിയിട്ടുള്ള ബെല്ലാരിയിലെ ഗോവർദ്ധനൻ എന്ന് പറയുന്ന സ്വർണ്ണ വ്യാപാരി. ഇവർ 2 പേരും കൂടി സോണിയാഗാന്ധിയെ പല പ്രാവശ്യം കണ്ടു. ആ കണ്ടത് ആരുടെ കെയർ ഓഫിലാണ്? അതിലാണ് അടൂർ പ്രകാശൻ എന്ന UDFൻ്റെ കൺവീനർ
അതിൻ്റെ ഭാഗമാണ് എന്ന് പിന്നെ മനസ്സിലായി. അതുപോലെ തന്നെ MP ആയ ആൻ്റോ ആൻ്റണിയും പോയി. അന്നത്തെ ദേവസ്വം ബോർഡ് പ്രസിഡൻ്റായിരുന്ന പ്രയാർ ഗോപാലകൃഷ്ണനും പോയി. ഇവരെല്ലാം കൂടി ചേർന്നുള്ള ഫോട്ടോ കണ്ടു. കേവലമായൊരു ഫോട്ടോ കണ്ടത് മാത്രമല്ല, അവർ അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട കൂടിക്കാഴ്ച അതേപോലെ തന്നെ അവതരിപ്പിച്ചു. കയ്യിലൊക്കെ എന്തോ കെട്ടിക്കൊടുക്കുന്നത് ഉൾപ്പെടെ നമ്മൾ കണ്ടു. ഇത് ആരാണ് ഈ കൂടിക്കാഴ്ചക്ക് കൃത്യമായിട്ടുള്ള ഒരുക്കം നടത്തിയത് എന്ന് ഇതേവരെ പറഞ്ഞിട്ടില്ല. പ്രയാർ ഗോപാലകൃഷ്ണൻ മരിച്ചുപോയി, ബാക്കിയുള്ളവരെല്ലാം ജീവിച്ചിരിപ്പുണ്ട്, ആരും പറഞ്ഞിട്ടില്ല. സോണിയാഗാന്ധിയെ കാണുന്നതിന് ഇടയാക്കിയ കാര്യം എന്താണെന്നുള്ളത് അവർക്ക് പറയാൻ സാധിക്കുന്നില്ല എന്ന് പറയുന്നത് വലിയ പ്രശ്നമാണ്. ഹൈക്കമാൻഡ് അതിശക്തിയായിട്ട് പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ വെറുതെ വേണ്ടാത്ത കാര്യത്തിലേക്ക് ഇങ്ങോട്ട് എത്തിച്ചിരിക്കുകയാണ് എന്നുള്ള പ്രശ്നം. അപ്പോൾ അതൊരു പ്രശ്നം. വളരെ ഗൗരവമുള്ള വേറൊരു കാര്യം, ഇവരുടെ കാലത്താണ് അവിടെ കുടിമരം മാറ്റാൻ തീരുമാനിക്കുന്നത്. എല്ലാം സ്വർണ്ണ പ്രശ്നമൊക്കെ വെച്ചിട്ടാണല്ലോ, ആ പ്രശ്നത്തിൻ്റെ കാര്യം പറയുന്നുണ്ട്. കുടിമരത്തിന് യാതൊരു കുഴപ്പമുണ്ടായിരുന്നില്ല. കുടിമരത്തിൻ്റെ അടിഭാഗത്ത് ചെതലരിച്ചു എന്ന് പറഞ്ഞിട്ടാണ്. അത് പിന്നീട് നോക്കുമ്പോൾ എല്ലാവരും കണ്ടിട്ടുള്ളതാണ്, ആ ഫോട്ടോ കൃത്യമായി കണ്ടതാണ്. അതിനൊരു ചെതലും അടിച്ചിട്ടുണ്ടായിരുന്നില്ല. മാത്രമല്ല അത് ഉറപ്പിച്ച സിമൻറ്റ് തറയായിരുന്നു. അപ്പോൾ സിമൻറ്റ് തറയിൽ ഇതുപോലുള്ള എന്തെങ്കിലും സംഭവം ഉണ്ടാവില്ലല്ലോ. പിന്നെ എന്തിനാണ് മാറ്റാൻ ആലോചിച്ചത്? അത് ഈ പടിമാറ്റിയ പോലെ വളരെ ഗൗരവപൂർണമായൊരു പഴയ കാലം മുതലേ തുടങ്ങിയിട്ടുള്ള ഒരു ഗൂഢാലോചനയാണ്. അത് മാറ്റുന്നു എന്ന് വന്നപ്പോഴെന്താ, മാറ്റുന്നതിന് വേണ്ടി പണം പിരിക്കാൻ തീരുമാനിച്ചു. അങ്ങനെ പണം പിരിച്ചു. സ്വർണം പിരിക്കാൻ തീരുമാനിച്ചു. സ്വർണം പിരിച്ചു. ഈ സ്വർണവും അതുപോലെ തന്നെ ഈ പണമൊന്നും ഇതിനു വേണ്ടി കാര്യമായിട്ട് ഉപയോഗിച്ചിട്ടില്ല. നേരെ മറിച്ച് അതിന് ആന്ധ്രയിലെ ഒരു വ്യവസായി പൂർണ്ണമായും സ്പോൺസർ ചെയ്യുക ചെയ്തത്. എന്നാൽ ഈ പിരിച്ച പണം ഇവിടെ പോയി? അന്നത്തെ ദേവസ്വം ബോർഡ്, അന്നത്തെ ദേവസ്വം വകുപ്പ് മന്ത്രി ഉൾപ്പെടെയുള്ളവർക്ക് പറയാൻ സാധിക്കേണ്ടതാണ്. ഒരു കണക്കുമില്ല. സ്വർണം പിരിച്ചതിൻ്റെ കണക്ക് അതില്ല. പൈസ കോടിക്കണക്കിന് രൂപ പിരിച്ചിട്ടുണ്ട്, ആ പണം എവിടെയാണെന്നില്ല. ഈ പണമൊന്നും അതിനു വേണ്ടി ഉപയോഗിക്കേണ്ടി വന്നിട്ടില്ല. നേരെ മറിച്ച് സ്പോൺസർ ചെയ്തതാണ്. ആ സ്പോൺസർ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്, ഞാനാണിത് പൂർണ്ണമായി സ്പോൺസർ ചെയ്തതെന്ന്. അപ്പോൾ അതൊരു ഭാഗം. വേറൊരു ഭാഗം, വാജി വാഹനം എന്ന് പറയുന്ന ഈ കൊടിമരത്തിൻ്റെ മേലെ ഉറപ്പിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു ഭാഗമുണ്ട്. ആ ഭാഗം അത് സ്വാഭാവികമായിട്ടും ഒരു പുരാവസ്തുവായിട്ട് നിൽക്കുകയാണ്. കാരണം അവിടെ ശബരിമലയിലെ കൊടിമരത്തിൻ്റെ മേലെയുള്ളതാണ് എന്ന് പറയുമ്പോൾ അതിന് വലിയ മൂല്യമാണ്. എത്രയാണ് മൂല്യം എന്ന് നമുക്ക് പറയാൻ സാധിക്കില്ല. ആ മൂല്യമുള്ളത് ദേവസ്വം ബോർഡിൻ്റെ സ്വത്താണ്. ആ ദേവസ്വം ബോർഡിൻ്റെ സ്വത്ത് അന്ന് അജയ് തറയിൽ ഉൾപ്പെടെയുള്ള പ്രയാർ ഗോപാലകൃഷ്ണനും ഇവരെല്ലാം കൂടി ചേർന്ന് തന്ത്രിക്ക് കൊടുത്തു. തന്ത്രി എത്രയാണ് അതിന് പ്രതിഫലമായിട്ട് നൽകിയതെന്ന് നമുക്ക് പറയാൻ സാധിക്കില്ല. കൊടുത്തിട്ടുണ്ടോ എന്നും പറയാൻ പറ്റില്ല. പക്ഷേ തന്ത്രി കൊടുക്കാൻ പാടില്ല. അത് യഥാർത്ഥത്തിൽ ദേവസ്വത്തിൻ്റെ സ്വത്തായിട്ട് നിൽക്കേണ്ടിയാണ്. അത് ചെറിയ ഒരു സ്വത്തല്ല. ഏതാണ്ട് 11-11.5 കിലോ തൂക്കം വരുന്ന പഞ്ചലോഹങ്ങളാണ്. അതിൻ്റെ മേലെ സ്വർണം പതിക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ 10-11.5 കിലോ തൂക്കം വരുന്ന വാജി വാഹനത്തിൻ്റെ ഭാഗമായിട്ടുള്ള ഈ സ്വർണം പതിച്ച അത് മുഴുവൻ കൊടുക്കുന്നതിന് വേണ്ടി അത് ന്യായീകരിക്കുകയാണ് പിന്നീട് അജയ് തറയിൽ ചെയ്തിട്ടുള്ളത്. അത് തെറ്റാണെന്നുള്ളതുകൊണ്ടാണ് പോലീസ് പിടിച്ചുകൊണ്ട് പോകുന്നത്. ഇപ്പോൾ പോലീസിൻ്റെ കസ്റ്റഡിയിലേക്ക് അത് കിട്ടിയിരിക്കുകയാണ്. ഇങ്ങനെ നിരവധിയായ കാര്യങ്ങൾ അതുമായിട്ട് ബന്ധപ്പെട്ടത് UDFൻ്റെ കാലത്താണ് എന്നിപ്പോൾ പുറത്തു പോകുന്നു. അതുകൊണ്ട് പണ്ട് പറഞ്ഞതുപോലെ ജനങ്ങളുടെ മുമ്പിൽ പറഞ്ഞാൽ യേശുന്നതല്ല കാര്യം. ഇപ്പോഴും പിന്നെ അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അവിടെ നടന്ന അയ്യപ്പ സംഗമവുമായിട്ട് ഓഡിറ്റ് റിപ്പോർട്ട് പൂർണ്ണമല്ല. പക്ഷേ അതെങ്ങനെയാണ് മാഷേ കോടതിയിലൊക്കെ അതൊന്നും എനിക്കറിയില്ല. ഓഡിറ്റ് റിപ്പോർട്ട് പൂർണ്ണമല്ല എന്ന് ദേവസ്വം ബോർഡ് പറഞ്ഞിരിക്കുകയാണ്. അതിനകത്ത് വൗച്ചറോ അതുപോലെ തന്നെ റിസീറ്റുകളോ ഒന്നും കൃത്യമായിട്ട് ഇല്ല. ഞങ്ങളോട് ചർച്ച ചെയ്തിട്ടില്ല. അങ്ങനെ ചർച്ച ചെയ്യാതെയാണ് ഇത് കൊടുത്തിട്ടുള്ളതെന്ന് പറയുന്നത്. അപ്പോൾ പൂർണ്ണമായി വരട്ടെ, അപ്പോൾ കൃത്യമായിട്ട് കണക്ക് വരുമെന്നാണ് എൻ്റെ വിശ്വാസം. ആരെയും പറ്റിക്കേണ്ട കാര്യമൊന്നുമില്ല. അത് കൃത്യമായ കണക്ക് വരും. ഇപ്പോൾ വന്ന കണക്ക് ശരിയായ കണക്കല്ല. അത് ഇപ്പോഴും ഇന്നിപ്പം പത്രസമ്മേളനം അവർ പത്രക്കുറിപ്പിൻ്റെ ഭാഗമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഇതിൻ്റെ കലാപരിപാടി അവതരിപ്പിച്ച ടീമിൻ്റെ പേര് വ്യത്യാസമാണ്. അതുപോലെ തന്നെ എല്ലാ കാര്യങ്ങളിലും വ്യത്യാസമാണ്. അതൊന്നും കൃത്യമായ കണക്കല്ല. ഓഡിറ്റിൻ്റെ ഭാഗമായിട്ട് പറയുന്നത് ശരിയല്ല. അത് ആ രീതിയിലുള്ള ഒരു കണക്കായിട്ട് മാത്രമേ കണക്കാക്കേണ്ടതുള്ളൂ. എസ്റ്റിമേറ്റിൻ്റെ ഭാഗമായിട്ടുള്ള കണക്കാണ് കണക്കായിട്ട് വന്നിട്ടുള്ളത്. അത് ശരിയായ രീതിയല്ല. ഓഡിറ്റും പൂർണ്ണമല്ല. അപ്പോൾ ഓഡിറ്റ് ചെയ്ത പുതിയ കണക്ക് തീർച്ചയായിട്ടും പുറത്ത് വരും. നാൾ വഴി കണക്കെടുത്ത് അവതരിപ്പിക്കുന്നതിൽ എന്താ ദേവസ്വം ബോർഡിന് പ്രയാസം ഉണ്ടാകുക? അത് വരട്ടെ.
പിന്നെ എത്രയാണ് അഡ്വാൻസ് വാങ്ങിയിട്ടത്, എത്രയാണ് കൊടുത്തിട്ടുള്ളത്, ഇപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും സംശയം, ഒരു സംശയത്തിന് ഇടയില്ല. ഇതെല്ലാം കൃത്യമായ രേഖയുണ്ടല്ലോ. എല്ലാം സ്പോൺസർ ചെയ്യിപ്പിച്ചതാണെന്നാണ് പറഞ്ഞത്. ദേവസ്വം ബോർഡിൻ്റെ ഒരു പൈസയും അതിനുവേണ്ടി ഉപയോഗിക്കേണ്ടി വന്നിട്ടില്ല എന്നാണ് മുമ്പേ പറഞ്ഞിട്ടുള്ളത്. ഇപ്പോഴും അതിൽ മാറ്റം വരുത്തിയിട്ടില്ല. അപ്പോൾ അത് എത്രത്തോളം എന്നുള്ളതിന് കൃത്യമായ കണക്ക് വരും. അപ്പോൾ കണക്ക് വരുന്നതിന് മുമ്പ് ചില പത്രങ്ങൾ, മനോരമ ഉൾപ്പെടെ വലിയ വാർത്തയായിട്ട്, അതായത് കോൺഗ്രസിലേക്ക് ഈ അന്വേഷണം എത്തിയപ്പോൾ അതിനെ മറികടക്കുന്നതിന് വേണ്ടി അവർ കണ്ടുപിടിച്ചിട്ടുള്ള പുതിയ വാർത്തയാണ്. അത്രയേ ഉള്ളൂ അതിൻ്റെ കാര്യം. അതിലൊക്കെ ഒരു തരത്തിലുള്ള സംശയം ഉണ്ടാവേണ്ട കാര്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇനി അഥവാ സംശയം ഉണ്ടെങ്കിൽ പരിശോധിക്കുകയും ചെയ്യാം. പ്രതിപക്ഷ നേതാവ് ഈ ജാഥയിലെ ഉടനീളം പറയുന്നത് കേരളത്തെ ഒന്നാം സ്ഥാനത്തേക്ക് എത്തിക്കാൻ എന്നുള്ളതാണ്. അപ്പോൾ ഏത് മേഖലയിൽ ഒന്നാം സ്ഥാനം എത്തിക്കാനായിരിക്കും വി ഡി സതീശൻ്റെ ശ്രമം? അതാണ് വി ഡി സതീശനോട് ചോദിക്കേണ്ടത്. ഏത് കാര്യത്തിലാണ്? നാഷണൽ ഹൈവേ വേണ്ട എന്നവർ പറഞ്ഞു. അപ്പോൾ ഗതാഗത സംവിധാനത്തിൽ ഒന്നാം സ്ഥാനത്തേക്ക് വരാൻ അവർ ഉദ്ദേശിക്കുന്നില്ല എന്ന് ഉറപ്പല്ലേ? നാഷണൽ ഹൈവേ വേണ്ട. പിന്നെ യാത്രാക്ലേശം ഏറ്റവും കൂടുതലുള്ളതാണ് വയനാട് തുരങ്കം പാടില്ല എന്നാണ് അവർ പറയുന്നത്. അതിവേഗ പാത അതും വേണ്ട എന്നാണ് അവർ പറയുന്നത്. പിന്നെ കേരളത്തെ എന്തടിസ്ഥാനത്തിലാണ് വിദ്യാഭ്യാസ മേഖലയിൽ വിദ്യാഭ്യാസമാണ് നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഹബ്ബായിട്ട് നമ്മൾ കാണുന്നത്. അതിനാണ് വിജ്ഞാന സമൂഹം എന്നും വിജ്ഞാന സമ്പദ് വ്യവസ്ഥ, അതായത് ഒരു സമ്പദ് വ്യവസ്ഥയുടെ ഏറ്റവും അടിസ്ഥാനപരമായിട്ടുള്ള കാര്യം അതിൻ്റെ ഭൂസ്വാർത്ഥശാസ്ത്രമനുസരിച്ച് അതിൻ്റെ മൂലധന നിക്ഷേപവുമായി ബന്ധപ്പെട്ടതാണ്. അല്ലെങ്കിൽ മൂലധനമാണ് അതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതല്ല എന്ന് നമ്മൾ തീരുമാനിച്ചു. മൂലധനത്തേക്കാളും പ്രധാനം വിജ്ഞാനമാണ് എന്ന് നമ്മൾ കണ്ടു. ആ വിജ്ഞാനമാണ് എന്ന് കണ്ട പശ്ചാത്തലത്തിൽ കേരളത്തെ ഇനിയും നമുക്ക് മുന്നോട്ടേക്ക് നയിക്കാൻ സാധിക്കുമെന്നാണ് നമ്മൾ കാണുന്നത്. നല്ലപോലെ ഇൻവെസ്റ്റ്മെൻറ്റ് വരുന്നു. ഇപ്പോൾ ഏറ്റവും അവസാനം 3 ലക്ഷം കോടി രൂപ നിക്ഷേപിക്കാൻ വേണ്ടിയിട്ട് ഇന്ത്യക്ക് വെളിയിൽ നിന്നൊരാൾ വന്നിരിക്കുന്നു. മുഖ്യമന്ത്രി തന്നെ അവർ നേരിട്ട് കണ്ട് സംസാരിച്ചപ്പോൾ പറഞ്ഞത്, ലോകത്ത് ഞങ്ങൾ അന്വേഷിച്ച് നോക്കിയപ്പോൾ പറ്റാവുന്ന ഏറ്റവും പ്രധാനപ്പെട്ട സമാധാനപരമായൊരു നാട് കേരളമാണ് എന്നുള്ളതുകൊണ്ട് കേരളത്തിലേക്ക് ഉദ്ഘാടനത്തിന് പിണറായി തന്നെ ഇത് പറയുന്നുണ്ട്. ഞങ്ങളതിപ്പോൾ എല്ലാ ജാഥയുടെ ഭാഗമായിട്ടും പറയുന്നുണ്ട്. ഒരു 10 ലക്ഷം ആളുകൾക്ക് തൊഴിൽ കൊടുക്കാൻ കഴിയുന്ന സംരംഭ പ്രവർത്തനമായിരിക്കും അത്. അതിനാവശ്യമായ എല്ലാ സൗകര്യം ചെയ്യാം എന്ന് മുഖ്യമന്ത്രി തന്നെ സമ്മതിച്ചിരിക്കുകയാണ്. അത് മിക്കവാറും കണ്ണൂർ എയർപോർട്ടുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ഏറ്റെടുത്ത 1000-ലധികം ഏക്കർ ഭൂമിയുണ്ട്. അതിൽ ഒരു ഭാഗം നമുക്ക് അവർക്ക് കൊടുക്കാൻ കഴിയും. അവർക്ക് ഏതാണ്ട് 1000-ഓളം ഏക്കർ ഭൂമി വേണ്ടി വരുന്നതാണ് ഈ വ്യവസായ ശൃംഖല ശക്തിപ്പെടുത്താൻ വേണ്ടി വരുന്നതാണ് പറയുന്നത്. അപ്പോൾ വലിയ മാറ്റം കേരളത്തിലുണ്ടാവുകയാണ്. തൊഴിലില്ലായ്മ പ്രശ്നം പരിഹരിക്കാൻ നമുക്ക് ഫലപ്രദമായി കഴിയും. 3,50,000-ഓളം വരുന്ന ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യാൻ സാധിക്കുന്ന ചെറുകിട ഗ്രൂപ്പുകൾ ഉണ്ടായിട്ടുണ്ട്. 28ാം സ്ഥാനത്തായിരുന്നു നമ്മൾ ഉണ്ടായിരുന്നത്, 15ആയി. പിന്നെ ഇപ്പോൾ 1ാം സ്ഥാനത്തേക്ക് എത്തി. അപ്പോൾ വ്യവസായ സൗഹൃദമാണ് കേരളം. മുമ്പത്തെ എല്ലാ ദുഷ്പേരും മാറ്റിയിരിക്കുന്നു. അതായത് 10 കൊല്ലം മുമ്പുണ്ടായിരുന്ന ദുഷ്പേര് ഇപ്പോൾ മാറ്റിയിരിക്കുന്നു. പിന്നെ ഈ വി ഡി സതീശൻ പറഞ്ഞ് ഇതിലേക്ക് 1ാം സ്ഥാനത്ത്, വിദ്യാഭ്യാസത്തിൽ ഇപ്പോൾ നമ്മൾ 1ാം സ്ഥാനത്താണ്, ആരോഗ്യമേഖല 1ാം സ്ഥാനത്താണ്. 5 ലക്ഷം വീട് കൊടുത്തതിൻ്റെ ഭാഗമായിട്ട് ലോകത്ത് മുതലാളിത്തത്തിൽ ഇന്നേ വരെ അതിൻ്റെ ബദലായ കേരളത്തിലല്ലാതെ ഇങ്ങനെയൊരു വീട് കൊടുക്കാൻ സാധിച്ചിട്ടില്ല സോഷ്യലിസ്റ്റ് രാജ്യങ്ങൾക്ക് പുറമേ. അപ്പോൾ അതിൽ നമ്മൾ ഇതിലാണ്. തൊഴിലില്ലായ്മ പരിഹരിക്കുന്നതിൽ 1ാം സ്ഥാനത്താണ്. സാമ്പത്തിക സാഹചര്യങ്ങൾ രൂപപ്പെടുത്തുന്നതിലും 1ാം സ്ഥാനത്ത് നമ്മൾ നിൽക്കുകയാണ് കേരളം ഇപ്പോൾ. ഇതെല്ലാം ഇനിയും ശക്തിപ്പെട്ടു വരും. അപ്പോഴാണ് ഞാൻ പറഞ്ഞ ഒരു കാര്യം, ദാരിദ്ര്യം അനുഭവിക്കുന്ന ജനതയുടെ പ്രശ്നം പരിഹരിക്കുമെന്ന് പറഞ്ഞു. അതിദാരിദ്ര്യം അവസാനിപ്പിച്ചു. ഇനി പാവങ്ങൾ, അതുപോലെ പാവപ്പെട്ടവർ എന്ന് മലയാള നിഘണ്ടുവിൽ കാണുന്ന ആ പദം ചരിത്രത്തിൻ്റെ താളുകളിലേക്ക് മാറ്റാനുള്ള ഫലപ്രദമായ നിലപാടാണ് ഞങ്ങൾ സ്വീകരിക്കാൻ പോകുന്നത്. അതാണ് കേരളത്തിൻ്റെ വികസനത്തെ പറ്റിയുള്ള ഞങ്ങളുടെ കാഴ്ചപ്പാട്. പക്ഷേ ഇപ്പോൾ നമ്മൾ നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് അടുക്കാൻ വേണ്ടി പോകുന്ന ഘട്ടമാണ്. ഇപ്പോൾ പല സർവേകളും, ഇപ്പോൾ കനകോലിൻ്റെ ഉൾപ്പെടെയുള്ള പല സർവേകളും പല മാധ്യമങ്ങളുടെ സർവേകൾക്കകത്തും LDF ഓരോ മണ്ഡലത്തിലെ MLA-മാർ അവർ വളരെ മികച്ച പ്രവർത്തനം നടത്തി, അവരെ വളരെ നല്ല രീതിയിൽ പ്രവർത്തിക്കുന്നു എന്നുള്ളത് പല UDF നേതാക്കൾ നമ്മോട് തന്നെ വ്യക്തിപരമായിട്ടൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത്തരമൊരു ആധിയിലാണ് കോൺഗ്രസ് ഉൾപ്പെടെ ഇപ്പോൾ ഉള്ളത്. അല്ല, ഞങ്ങളെ സംബന്ധിച്ച് യാതൊരു തർക്കമില്ല. ഗവൺമെൻറ്റിൻ്റെ ഈ പിന്തുണ, ഗവൺമെൻറ്റിൻ്റെ കാലത്ത് കിഫ്ബി ഉപയോഗിച്ച് നടത്തിയിട്ടുള്ള വികസന പ്രവർത്തനം 140 മണ്ഡലത്തിലും നടന്നിട്ടുണ്ട്. പക്ഷേ നല്ല നിലയിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ MLA-മാരുള്ള മണ്ഡലങ്ങളിൽ ഭാവനാപൂർവ്വമുള്ള വികസന പ്രവർത്തനം നടന്നിട്ടുണ്ട്. എത്രയോ ആയിരക്കണക്കിന് കോടി രൂപയുടെ വികസനം നടന്ന മണ്ഡലം ഉൾപ്പെടെ കേരളത്തിലുണ്ട്. അതെല്ലാം കൂടി ചേർന്ന് വരുമ്പോൾ നല്ല ജനപ്രീതി MLA-മാർക്കുണ്ട്. പ്രത്യേകിച്ച് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ MLA-മാർക്ക് ഉണ്ട്. അത് നല്ല രീതിയിൽ ഫലപ്രദമായി കൈകാര്യം ചെയ്യാൻ സാധിച്ചു എന്ന് തന്നെയാണ് ഇപ്പോൾ കനകൂർ ഉൾപ്പെടെ പറയുന്നത്. ഗവൺമെൻറ് വിരുദ്ധ വികാരമില്ല, MLA-മാർക്ക് ജനങ്ങളിൽ സ്വാധീനമുണ്ട്. അത് രണ്ടും കൂടെ വന്നാൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ജയിക്കുന്നുള്ള കാര്യത്തിൽ വേറെ സംശയത്തിനിടയില്ലല്ലോ.
പക്ഷേ ഈ ഒരു ഘട്ടത്തിൽ ജനങ്ങൾക്കറിയേണ്ട ഒരു കൗതുകരമായ കാര്യം എന്താ വെച്ചാൽ, കഴിഞ്ഞ തവണ നമുക്കറിയാം പാർട്ടിയുടെ LDF-നൊക്കെ പാർട്ടിയുടെ പ്രത്യേക തീരുമാനപ്രകാരം 2 ഇടം എന്നൊരു വ്യവസ്ഥ വെച്ചിരുന്നു. ഈ ഇലക്ഷനെ മുന്നോടിയായി ഇപ്പം ഇത്രയും ജനപ്രീതിയുള്ള MLA-മാർക്ക് ഉണ്ടാകുന്ന ഘട്ടത്തിൽ അങ്ങൊരു ഇളവ് നൽകിക്കൊണ്ട് 2 ഇടം വ്യവസ്ഥ മാറ്റാനുള്ളൊരു സാധ്യത എങ്ങനെയാണ്? അല്ല, ഞങ്ങളിപ്പോൾ ടേം പൂർണ്ണമായിട്ട് കഴിഞ്ഞ പ്രാവശ്യം അതേപോലെ തന്നെ അങ്ങനെ നടപ്പിലാക്കുകയല്ല ചെയ്തത്. ചില ഇളവെല്ലാം കഴിഞ്ഞ പ്രാവശ്യം കൊടുത്തിട്ടുണ്ട്. ഈ പ്രാവശ്യത്തെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ ആലോചിച്ചില്ല, ഇതുവരെ ചർച്ച ചെയ്ത് തുടങ്ങിയിട്ടില്ല. അതോടൊപ്പം തന്നെ ഇപ്പോൾ തെരഞ്ഞെടുപ്പിൻ്റെ ഘട്ടത്തിലേക്ക് നീങ്ങുമ്പോൾ മുന്നണി ഇപ്പോൾ സ്വാഭാവികമായും UDF ഒക്കെ മുന്നണി ചർച്ചകളൊക്കെ നടത്തുന്നു. LDF ജാഥ കഴിഞ്ഞ ഉടനെ ഇനി സ്വാഭാവികം വളരെ പെട്ടെന്ന് തന്നെ തെരഞ്ഞെടുപ്പ് വിജ്ഞാപനം. അപ്പോൾ ഈ മുന്നണിയുടെ സീറ്റ് ചർച്ച, അതോടൊപ്പം തന്നെ ചില സീറ്റുകളൊക്കെ ചില രാഷ്ട്രീയ പാർട്ടിയിൽ നിന്ന് മാറി എടുത്ത് ആ സീറ്റ് വെച്ച് മാറ്റമൊക്കെ ചെയ്താൽ വലിയ ഗുണം ചെയ്യുന്നുള്ളൊരു വാർത്തകളുണ്ട്. ഞങ്ങളിപ്പോൾ അതിനെ സംബന്ധിച്ച് ചർച്ച ചെയ്തിട്ടേയില്ല. ഞങ്ങൾക്കത് വലിയ പ്രശ്നമുള്ള കാര്യമായിട്ട് ഞങ്ങൾ തോന്നുന്നില്ല. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഫലപ്രദമായിട്ട് ഐക്യത്തോട് മത്സരിച്ച് മുമ്പോട്ടേക്ക് പോയതാണ് കഴിഞ്ഞ പ്രാവശ്യം. ഇനിയും ഐക്യത്തോടെ മത്സരിക്കുന്നതിൽ യാതൊരു പ്രയാസവും ഉണ്ടാവില്ല. ഞങ്ങളുടെ സ്ഥാനാർത്ഥി നിർണ്ണയത്തിനും പ്രയാസം ഉണ്ടാവില്ല. അപ്പോൾ ജാഥയുടെ തിരക്കിനിടയിൽ, ജാഥാ പര്യടനത്തിൻ്റെ തിരക്കിനിടയിലാണ് ജാഥാ ക്യാപ്റ്റനും CPI സംസ്ഥാന സെക്രട്ടറിയുമായ MB ഗോവിന്ദൻ മാസ്റ്റർ നമ്മുടെ ഇത്രയും നേരം കാര്യങ്ങളൊക്കെ പങ്കുവച്ച സമകാലിക രാഷ്ട്രീയ വിഷയങ്ങൾ ഉൾപ്പെടെ വളരെ സമഗ്രമായി അദ്ദേഹം നമ്മോട് സംവദിച്ചു കഴിഞ്ഞു. വളരെ നന്ദി മാഷേ. നമസ്കാരം.